ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായ ഇൻഫ്ലുവൻസർമാർക്കുമെല്ലാം വസ്ത്രം, ബ്യൂട്ടി പ്രോഡക്റ്റ്, ആക്സസറീസ് തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട ഒരു ചെറിയ ബിസിനസ് ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പാദിക്കുന്ന പണം കൊണ്ട് ബിസിനസ് ആരംഭിക്കാത്ത ഇൻഫ്ലുവൻസ് കേരളത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മുട്ടിന് മുട്ടിന് ഓൺലൈൻ സ്റ്റോറുകളുമുണ്ട്. ഒട്ടനവധി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ താരതമ്യപ്പെടുത്തുകയും വിമർശിക്കുന്നതും പ്രശംസിക്കുന്നതുമൊക്കെ സംഭവങ്ങളും ആകാറുണ്ട്. അത്തരത്തിൽ അടുത്തതായി ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയും കുടുംബവുമാണ്. വൻവിലയിൽ സാരികൾ വിൽക്കുന്നതും സാധാരണക്കാരെ പരിഗണിക്കുന്നില്ല എന്നതുമാണ് പ്രധാനമായി ഉയർന്നുവരുന്ന ആക്ഷേപം. ഇപ്പോഴത്തെ വിഷയത്തിൽ തന്റെ ചിന്തകൾ പങ്കുവെക്കുകയെന്ന ആർജിയമായ യൂട്യൂബർ ഉണ്ണി. കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം സിജോ ബൈഹാൻഡ് എന്ന ബോട്ടിക്കിന്റെ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് തന്റെ അഭിപ്രായം ഉണ്ണി പങ്കുവച്ചത്. ഒരു സ്ഥലത്ത് വില കൂടുതലാണെന്ന് തോന്നിയാൽ അത് പൂട്ടിക്കുക എന്ന ചിന്ത പാടില്ലെന്നും കലാകാരന്മാരെ ബഹുമാനിക്കുകയാണെന്നും ഉണ്ണി പറയുന്നു. സിജോ ബൈഹാൻഡ് എന്ന ടീമിന്റെ പ്രൊഡക്റ്റിൽ ഇന്ന് ഇൻസ്പയർ ആയിട്ടാണ് സ്വന്തമായി ഉപയോഗിക്കാൻ ഒരു ഷർട്ട് ചെയ്തെടുത്തത്. പക്ഷെ അവരുടെ വർക്കിനെ പ്രശംസിക്കുക എന്നത് ഒരു മിനിമം മര്യാദയാണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നതിന് കുറച്ചു നേരം അത് നോക്കി നിന്നാണെന്ന് പറയുമ്പോൾ അവരൊരു ആർട്ടിസ്റ്റ് വിജയിക്കുന്നുണ്ട്. അയാളുടെ വർക്ക് നിങ്ങൾ കടം കൊള്ളുക എന്നത് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശംസ അവർ അർഹിക്കുന്നതുമുണ്ട്. പക്ഷെ സിജോയുടെ വീഡിയോയിൽ അതുണ്ടായിരുന്നില്ല. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അഹാനയും സഹോദരിമാരും അമ്മയും ചേർന്ന് സാരിയുടെ ബിസിനസ് ആരംഭിച്ചു. അവർ ഒരു സാരി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ആ സാരിയും ആര്യ ബഡാരി വിൽപ്പനയ്ക്ക് വെച്ച സാരിയും തമ്മിൽ വിലയുടെ പേരിൽ താരതമ്യം ഉണ്ടായി. അന്ന് അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് ആഘോഷിച്ചിരുന്നു. അഹാനയും കുടുംബവും കൊള്ളലാഭം എടുക്കുന്നു എന്ന് വരെ പ്രചരിച്ചിരുന്നു. ഈ ആശകളെല്ലാം ന്യായീകരിക്കുകയും ചിന്തിക്കേണ്ടതും കാര്യമുണ്ട്. ആര്യ എടുക്കുന്ന അതേ ലാഭമാണോ അഹാന എടുക്കാൻ പാടുള്ളൂ എന്ന് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അഹാന ഓൺലൈൻ സ്റ്റോറിൽ വിൽപ്പന എത്തിക്കുന്നത് അവർ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത സാരികളാണ്. അവർ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് വിശ്വസിക്കാവുന്നതുമാണ്. ഇവരുടെ ഓൺലൈൻ സൈറ്റുകളിൽ വരുന്ന സാരികൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുമുണ്ട്. എന്തിന് ഇത്ര പണം കൊടുത്ത് ഇവരുടെ സാരികൾ വാങ്ങണമെന്ന് ചോദിച്ചാൽ പണ്ട് രഞ്ജിനി ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും ടോപ്പ് പൊസിഷനുള്ള ആങ്കറാണ് രഞ്ജിനി. അവർ കത്തിജ്വലിച്ചിരുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നിരുന്നു. അന്ന് രഞ്ജിനി പറഞ്ഞ പ്രതിഫലം കേട്ട് അവർ ഞെട്ടി. ഒരു ദിവസത്തേക്ക് നല്ലൊരു പ്രതിഫലം രഞ്ജിനി വാങ്ങുന്ന സമയത്താണ്. 30 ദിവസം ഡേറ്റ് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചൊരു പ്രതിഫലം അവർ ചോദിക്കും. അതിന് തെറ്റില്ല. അവരുടെ സമയം, പ്രയത്നം, എക്സ്പീരിയൻസ് എല്ലാത്തിനും കൂടി ഇട്ടിരിക്കുന്ന വിലയാണിത്. അതുപോലെയാണ് അഹാനയും. മലയാളത്തിലെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസിലെ ടോപ്പിലാണ് അഹാന. അവർ സാരി ഹാൻഡ് പിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കൂടി വിലയിടും. പർച്ചേസിംഗ്, ഫോട്ടോഷൂട്ട്, റീൽസ്, പ്രൊമോഷൻ എന്നിവയ്ക്കെല്ലാമാണ് എഫോർട്ട് ഇടുന്നുമുണ്ട്. അതിനിടുന്ന വിലയാണ് സാരി വിൽക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും.